ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ദുർഗയുടെയും കരുണയുടെയും സ്വാതിയുടെയൊക്കെ സ്നേഹപ്രകടനങ്ങൾ കാണുന്ന കണ്ണൻ ഇതിൽ ആർക്കാണ് സ്വാർത്ഥത കൂടുതൽ എന്നാണ് മനസ്സിലാക്കാൻ പറ്റാത്തത്. എൻ്റെ ഭാര്യ പോയ സ്പീഡിൽ ഇവിടേക്ക് തിരികെ വന്നു കഴിഞ്ഞാൽ നീയൊക്കെ വന്ന സ്പീഡിൽ ഇവിടെ നിന്ന് ഓടും എന്നെല്ലാം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നീട് ലക്ഷ്മി ഏട്ടത്തിയെക്കുറിച്ച് ഉണ്ണി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മഞ്ജു സാഗറിനെ അറിയിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ അവരിൽ നിന്നെല്ലാം മറച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന്, കണ്ണേട്ടൻ നടന്ന കാര്യവും പിന്നെ ലക്ഷ്മിയേട്ടത്തിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനാണെന്നും അതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരുടെയും മരണം സംഭവിക്കുമെന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ മഞ്ജു. കരുണ നിൻ്റെ ഏട്ടനുമായിട്ടുള്ള ബന്ധം തന്നെ അവസാനിപ്പിക്കുമെന്ന് സാഗർ പറയുമ്പോൾ അവർ പിരിയുന്നെങ്കിൽ പിരിയട്ടെ, കണ്ണേട്ടനെയും ഏട്ടത്തെയും വേദനിപ്പിച്ചവർക്കൊന്നും ഒരിക്കലും ഒരു മനസമാധാനവും സന്തോഷവും ഉണ്ടാകരുതെന്ന് മഞ്ജു പറയുമ്പോൾ ആദ്യം കുറേ സന്തോഷം നൽകി ശേഷം അതിലിരട്ടി സങ്കടം നൽകുന്നതാണല്ലോ കണ്ണേട്ടനും ഏട്ടത്തെയും ഇപ്പോൾ കുറേയായിട്ട് ചെയ്യുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെ വേണം തിരിച്ചടികൾ കൊടുക്കാനെന്ന് സാഗർ പറയുന്നുണ്ട് കേട്ടോ മഞ്ജുവിനോട്. പിന്നീട് കണ്ണിൻ്റെ മുറിയിലെത്തുന്ന മേഘനെ കാണുമ്പോൾ വീണ്ടും വന്നോ അസുരൻ, ഇപ്പോൾ ഇവൻ എൻ്റെ തറവാട്ടിൽ കിടന്ന് മേയാണ്, എന്താ ഇവൻ്റെ ഉദ്ദേശം എന്ന് എനിക്ക് മനസ്സിലാകാഞ്ഞിട്ടില്ല, ഇവൻ എവിടെ വരെ പോകുമെന്ന് നോക്കട്ടെ എന്നെല്ലാം മേഘനെ കുറിച്ച് ദേഷ്യത്തോടു കൂടി മനസ്സിൽ പറയുന്നുണ്ട് കണ്ണൻ. തുടർന്ന്, എടാ കണ്ണ, നിൻ്റെ ജീവിതത്തിൽ നീ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് നിന്നെ വഞ്ചിച്ചിട്ട് പോയ അവളെയല്ലേ. ഇപ്പോൾ നീയും അവളുടെ മരണം ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചിരുന്നൊരു കാര്യം നിന്നോട് പറയാം. നിൻ്റെ ജീവിതത്തിൻ്റെ താക്കോൽ ഇനി നീ ആരെ ഏൽപ്പിക്കണമെന്ന് ഞാൻ പറയും. നിന്നെയും പറ്റിച്ച് നിൻ്റെ സ്വത്തുക്കൾ കൈക്കലാക്കിയ അവളുടെ അവസാനമാടാ ഇന്ന്. അവളെ ചുട്ടുകളയാടാ നമുക്ക്. എന്നിട്ട് നീ പുതിയൊരു ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണം. നിന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തിയെ ഞാൻ നിനക്ക് വേണ്ടി കൊണ്ടുതരും. ഇന്ന് അവളുടെ അവസാനമാടാ. അവൾ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നീ അവൾക്ക് എഴുതി കൊടുത്ത സ്വത്തുക്കളെല്ലാം നിൻ്റെ കൈകളിലേക്ക് തന്നെ വന്നു ചേരുമെന്ന് പറയുമ്പോൾ തന്നെ കണ്ണന് നല്ല പേടിയാവുന്നുണ്ട്. മഹാലക്ഷ്മിയെ അപായപ്പെടുത്താനുള്ള എന്തോ ഒരു ചതിയാണ് മേഘൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കണ്ണന്. അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ മേഘ പറയുന്നത്? അയാളെ എന്ത് ചെയ്യാനാണ് നീ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇന്ന് കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഇൻസ്പെക്ഷനായിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ച് അവളെ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുമെന്ന് പറയുമ്പോൾ മഹി സൈറ്റിലേക്ക് പോകുന്ന കാര്യം ഉറപ്പാണോ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ 100% ഉറപ്പിച്ചിട്ടാണ് ഞാൻ അവളെ തീർക്കാനുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഞാൻ പോട്ടെ കണ്ണ, അവളെ എത്തുന്നതിന് മുൻപ് എനിക്ക് അവിടെ എത്തി ചിലത് ചെയ്തു തീർക്കാനുണ്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നിന്നെ വിളിച്ച് വിവരം പറയാമെന്ന് പറഞ്ഞുകൊണ്ട് മേഘൻ സന്തോഷത്തോടുകൂടി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ മേഘൻ പോയ ഉടനെ തന്നെ കണ്ണൻ പരിഭ്രമത്തോടുകൂടി അനന്തുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടാ അനന്തു, അയാൾ ഇന്ന് സൈറ്റിലെത്താൻ പാടില്ല. ആ മേഘൻ അവൻ അയാളെ അപായപ്പെടുത്താനുള്ള എന്തോ ഒരു കെണി അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ മഹിയെ വെറുക്കുന്നു എന്ന് കരുതി അവൻ തന്നെയാണ് എന്നോട് ഇതെല്ലാം പറഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ അവരിവിടെ നിന്ന് തിരിച്ചല്ലോ കണ്ണ. ലേഖയും മഹിയോടൊപ്പം പോയിട്ടുണ്ട്. ലേഖ മഹിയെ കണ്ണിലെ കൃഷ്ണമണി പോലെയാണ് നോക്കുന്നത്. മഹിക്ക് ഒന്നും സംഭവിക്കാതിരിക്കാൻ എന്ത് വേണമെന്ന് എനിക്കറിയാം. നീ ധൈര്യമായിട്ടിരിക്കുക. മേഘൻ ഇനി നിൻ്റെയോ മഹിയുടെയോ ജീവിതത്തിൽ നുഴഞ്ഞു കയറാതെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു ഉറപ്പിച്ചുകൊണ്ട് അനന്തു കണ്ണനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മിയും ലേഖയും കൂടി ഫിനാൻഷ്യസിലെത്തുന്നു. ഉണ്ണിയാണെങ്കിൽ മഹാലക്ഷ്മിയുടെ കസേരയിൽ കയറി ആ MD കസേരയിൽ കയറി ഞെളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട് മഹിക്ക്. അപ്പോൾ മഹിയോടൊപ്പം ലേഖയും ചീഫ് എഞ്ചിനീയറും വരുന്നുണ്ട്. അപ്പോൾ മഹിയെ കാണുമ്പോൾ തന്നെ, നിങ്ങളെന്താ ഇവിടെ? എൻ്റെ ഏട്ടനെ വഞ്ചിച്ചിട്ട് പോയ നിങ്ങളെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. നിങ്ങളെപ്പോലെ ദുഷ്ടിയായ ഒരു സ്ത്രീ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല എന്നെല്ലാം ഉണ്ണി പറയുമ്പോൾ, നിർത്തടാ, നിൻ്റെയും നിൻ്റെ അമ്മയുടെയും കരുണയുടെയൊക്കെ മനസ്സ് എന്താണെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഇതൊരു ഓഫീസാണ്. ഇവിടെ വെച്ച് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ കൂട്ടിക്കുഴയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിന്നോട് പറഞ്ഞിട്ടുള്ള പണി നീ ചെയ്താൽ മതി. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലേക്ക് നീ ഇടിച്ചു കയറാൻ ശ്രമിക്കണ്ട, കേട്ടല്ലോ. ഇനി അതിന് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ പറഞ്ഞാൽ മതി. നിന്നേക്കാൾ മിടുക്കരായവരെ നിൻ്റെ സ്ഥാനത്ത് നിയമിക്കാം. എന്താ അത് വേണോ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ണിയുടെ വായടപ്പിക്കുന്നുണ്ട് കേട്ടോ മഹി. മഹിയുടെ ആ പെർഫോമൻസ് കണ്ട് ലേഖയ്ക്ക് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. ശേഷം ഇന്നത്തോടെ ഇവരുടെ ആട്ടമൊക്കെ അവസാനിക്കും. ഇനി ഈ കമ്പനിയോ ഓഫീസോ ഒന്നും ഭരിക്കാനായിട്ട് ഇവർ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. പിന്നെ ഇതൊക്കെ എനിക്ക് സ്വന്തം എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളിൽ ചിരിക്കുകയാണ് കേട്ടോ ഉണ്ണി ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് മേഘൻ കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുന്നു. അപ്പോൾ അവിടെയുള്ള ആ മേസ്തിരിയെ മേഘൻ വിലക്കെടുത്തിട്ടുണ്ട്. അയാളോട് ചോദിക്കുന്നത്, എന്തായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തില്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ, ഞാൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് നല്ല നെഞ്ചെടുപ്പുണ്ട് സാറേ.
അന്ന് സാറിൻ്റെ അച്ഛൻ മേഡത്തെ വീഴ്ത്താൻ വേണ്ടി പലക ഇളക്കി വെച്ചിരുന്നതാണ്. എന്നിട്ട് അവരും ആ ചീഫ് എഞ്ചിനീയറും അതിലൂടെ നടന്നു. എന്നിട്ട് അവർക്കൊരു പോറൽ പോലും സംഭവിച്ചില്ല. പക്ഷേ അതിൽ ചവിട്ടിയ സാറിൻ്റെ അച്ഛനാണ് പലക ഇളക്കി താഴെ വീണ് നട്ടെല്ലിന് സാരമായ ക്ഷതമേറ്റ് ഇപ്പോൾ വീൽ ചെയറിലായി എന്നെല്ലാം പറയുമ്പോൾ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ നടന്നു കഴിഞ്ഞാൽ നീ പിന്നെ ഈ മേസ്തിരി പണിയൊന്നും ചെയ്യേണ്ടി വരില്ല. ഞങ്ങളായിരിക്കും ഈ കമ്പനിയുടെ തലപ്പത്തൊക്കെ വരാൻ പോകുന്നത്. മേഡത്തെ ഒഴിവാക്കാൻ ഇപ്പോൾ അവരുടെ ഭർത്താവിന് തന്നെ ആഗ്രഹമുണ്ട് എന്നെല്ലാം മേഘൻ മേസ്തിരിയോടായിട്ട് പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് മേസ്തിരി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. അതായത് എവിടെയെങ്കിലും ഒളിച്ചിരുന്ന് മഹിയെ ഷൂട്ട് ചെയ്യാനാണ് കേട്ടോ മേഘൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ മേസ്തിരി പറയുന്നുണ്ട്, സാറ് അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരുന്നാൽ മതി. മാഡം അടുത്തെത്തി കഴിഞ്ഞാൽ തള്ളവിരൽ കൊണ്ട് ഇതൊന്ന് പ്രസ് ചെയ്താൽ മതി. പിന്നെ അവർ താഴെയാണെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മിയും ലേഖയും ചീഫ് എഞ്ചിനീയറും കൺസ്ട്രക്ഷൻ സൈറ്റിലെത്തുന്നു. അപ്പോൾ മേഘനാണെങ്കിൽ മഹി വരുന്നതെല്ലാം മുകളിൽ നിന്ന് കാണുന്നുണ്ട് കേട്ടോ. ഇന്നത്തോടെ ഇവളുടെ അവസാനമാണ്. കണ്ണനും കൂടി ഇതിന് കൂട്ടു നിൽക്കുന്നത് കൊണ്ട് ഇത്തവണ ഒന്നുകൊണ്ടും പേടിക്കാനില്ല എന്നെല്ലാം മനസ്സിൽ സ്വയം പറഞ്ഞു ചിരിക്കുന്നുണ്ട് കേട്ടോ മേഘൻ. അങ്ങനെ മഹി ചീഫ് എഞ്ചിനീയറോടും ലേഖയോടൊപ്പം പണി നടക്കുന്ന ഓരോരോ സ്ഥലങ്ങളായിട്ട് ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ മേഘനാണെങ്കിൽ മഹിയെ തീർക്കണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ മേസ്തിരി ആണെങ്കിലും മഹിയുടെ പുറകെ തന്നെയുണ്ട് കേട്ടോ. മേഘന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനായിട്ട് അയാളും പുറകെ തന്നെ ചെല്ലുന്നുണ്ട്. അപ്പോൾ മഹിയെ ഒളിച്ചിരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ് മേഘൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മഹി അടുത്തെത്തുന്നതും മേഘൻ മഹിയെ ഷൂട്ട് ചെയ്ത് വീഴ്ത്താനായിട്ട് തുടങ്ങുകയാണ്. ഇതേ സമയം തന്നെ മേഘനെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഉണ്ടാകുന്നത്. അതായത് മാർക്കോ വന്ന് മേഘൻ്റെ ആ ഒരു പദ്ധതി പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ മാർക്കോയോടൊപ്പം ലോപ്പസും ഉണ്ട്. അനന്തുവാണ് മാർക്കോയെ വിളിച്ച് മഹിക്കായിട്ട് ഇങ്ങനെ ഒരു അപകടം അവിടെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പതിയിരിപ്പുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുന്നത്. അപ്പോൾ അനന്തുവ പറയുന്നതും മാർക്കോ കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് മാർക്കോയെ അവിടെ കാണുന്നതും അടപടലം വിറയ്ക്കുന്നുണ്ട് കേട്ടോ മേഘൻ. കാരണം താൻ ആരും അറിയാതെ ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഇത്. മാർക്കോ അവിടെ എത്തുമെന്ന് ഒരിക്കൽ പോലും മേഘൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഒടുവിൽ മേഘനാണെന്നുണ്ടെങ്കിൽ അതൊന്നും പുറത്ത് കാണിക്കാതെ എന്തായാലും ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള മട്ടിൽ മഹിയോടൊപ്പം മാർക്കോയും തീർക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് മാർക്കോയുടെ നേരെ തോക്ക് ചൂണ്ടുന്നുണ്ട്. പക്ഷേ തൻ്റെ വേലിൻ്റെ ശക്തി കൊണ്ട് തന്നെ മാർക്കോയെ ഒന്ന് തൊടാൻ പോലും മേഘന് കഴിയുന്നില്ല. ഒടുവിൽ മേഘനെ അവിടെ ഇട്ട് പഞ്ഞിക്കിടാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. ശേഷം ആ റിവോൾവർ സഹിതം എല്ലാ തെളിവുകളോടും കൂടി മേഘനെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് കേട്ടോ മാർക്കോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്നത്തെ മഗ എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്